പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ മനോഹരമായ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ സംരക്ഷിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സാവകാശങ്ങൾക്കെല്ലാം മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ദൈവിക ജീവനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയ ദൈവവചന ധ്യാനത്തിനായി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസ കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദശകലമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ധാരാളം ഡെഫിനിഷൻസ് പറയാൻ കഴിയും. എന്താണ് വിശ്വാസം? വിശ്വാസത്തെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്, ധാരാളം ടീച്ചിങ്സ് നമുക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തെക്കാൾ ഉപരിയായി നമ്മളെപ്പോഴും ആവർത്തിച്ചു പറയുന്ന വിശ്വാസമുള്ളവരാകണം. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നടക്കാത്തതൊന്നുമില്ല, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെ നമ്മളിൽ വിശ്വാസം ഉളവാകുന്നു, എങ്ങനെ നമ്മൾ വിശ്വാസം ഉരുവാകുന്നു എന്ന് പലപ്പോഴും നമ്മൾ വേണ്ടുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല. എങ്ങനെ നമുക്ക് വിശ്വാസമുള്ളവരാകാൻ കഴിയും? എങ്ങനെ വിശ്വസിച്ച് വിശ്വാസത്താൽ ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങളെ നമുക്ക് നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ വചനം ശ്രവിക്കണമേ എന്ന് ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശ്വാസം നമുക്ക് ഒത്തിരി പറയാനുണ്ട്. എന്നാൽ ഈ വിശ്വാസം എങ്ങനെ നമ്മളിൽ ഉരുവാകും? ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു, ദൈവം ഓരോരുത്തർക്ക് വിശ്വാസത്തിന്റെ ഓരോ അളവ് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരേ ലെവലിലല്ല. വിശ്വാസത്തിന്റെ വലിയ തീവ്രതയിൽ നിൽക്കുന്നവർ ചിലപ്പോഴെങ്കിലും തങ്ങളോടൊപ്പം വിശ്വാസമില്ലാത്ത, തങ്ങളുടെ അത്രയും വിശ്വസിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ പുച്ഛിക്കാറുണ്ട്. അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നടക്കാത്ത ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എൻകറേജ് ചെയ്യും, ചിലപ്പോൾ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്താറൊക്കെ. എന്നാൽ പ്രിയമുള്ളവരെ, ചിലർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത് അവരുടെ കുഴപ്പമല്ല. അവർക്ക് വിശ്വാസത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ മൈൻഡ് അങ്ങനെ ഒരു പരുപരുത്ത അവസ്ഥയിലായിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ വിശ്വാസത്താൽ അവർക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആകയാൽ വിശ്വാസം കേൾവിയാൽ വരുന്നു. അപ്പോൾ വിശ്വാസം വരുന്ന വഴികൾ, വിശ്വാസം ഉരുവാകുന്ന വഴികൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. വിശ്വാസം കേൾവിയാൽ, ആമേൻ. കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. അങ്ങനെയെങ്കിൽ ഒരാളിൽ എങ്ങനെ വിശ്വാസം ഉരുവാകും? വളരെ സിമ്പിൾ. ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിലൂടെ. ക്രിസ്തുവിന്റെ വചനം എന്ന പേരിൽ കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളിലൂടെയും വിശ്വാസം വർദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നമ്മളുടെ വിശ്വാസത്തെ വളരെ താഴ്ത്തിക്കളയുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന, ഭയം കൊണ്ടുവരുന്ന ദൈവവചന സന്ദേശങ്ങൾ എന്ന പേരിൽ പലരും പലതും പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വചനം യഥാർത്ഥമായി ശ്രവിക്കുമ്പോൾ അതിലൂടെ ദൈവിക ജീവൻ വ്യാപരിക്കും. വിശ്വാസം വരാത്തിടങ്ങളിൽ ഭയമാണ് ഉളവാകുന്നത്. വിശ്വാസത്തിന്റെ വിപരീതം എന്താണ്, ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന കാര്യമുണ്ട്, വിശ്വാസം അവിശ്വാസം. അല്ല, ഒരുപക്ഷെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റിതര ഭാഷകളിലുള്ള ഡിക്ഷണറികളിൽ നമ്മൾ പരിശോധിച്ചാൽ
വിശ്വാസത്തിന്റെ വിപരീതം അവിശ്വാസമായിരിക്കാം, അൺബിലീഫ് ആയിരിക്കാം. പക്ഷേ ബൈബിൾ ഭാഷയിൽ വിശ്വാസത്തിന്റെ വിപരീതം അവിശ്വാസമല്ല, മറിച്ച് ഭയമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നത് നിമിത്തം ഒരു വ്യക്തിയിൽ വിശ്വാസം വർദ്ധിക്കുന്നില്ല, മറിച്ച് ഭയമാണ് ഉരുവാകുന്നതെങ്കിൽ മനസ്സിലാക്കണം, ആ ദൈവവചന സന്ദേശത്തിനകത്ത് എന്തോ കാര്യമായ തകരാറുണ്ട്. ദൈവവചന ശുശ്രൂഷ എന്ന പേരിൽ ചെയ്യുന്ന ആ പ്രവൃത്തി ഭയം ഉളവാക്കുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ കാര്യമായ പ്രശ്നമുണ്ട്. ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരാളിൽ ആവേശം വർദ്ധിക്കും, വിശ്വാസം ഉരുവാകും, അവന്റെ ഉള്ളിൽ പ്രതീക്ഷയുണ്ടാകും, പ്രത്യാശ വർദ്ധിക്കും, ജീവൻ വ്യാപരിക്കും. അപ്പോൾ വിശ്വാസം വരുന്ന ഒന്നാമത്തെ വഴി ദൈവത്തിന്റെ വചനം പറയുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്ത് കേൾക്കുന്നത് കൊണ്ടല്ല, ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. അപ്പൊ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, ജീവൻ ഉളവാക്കുന്ന, പ്രതീക്ഷ നൽകുന്ന വചനങ്ങൾ വേണം നമ്മൾ ശ്രവിക്കുവാൻ. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസമില്ലാത്ത വിശ്വാസി എന്ന പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഒരുപക്ഷെ നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാകാം, മുടങ്ങാതെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരാകാം, എല്ലാ കാര്യാദികളും വളരെ ചിട്ടയോടെ വളരെ ഡിസിപ്ലിനായി പാലിക്കുന്നവരാകാം. പക്ഷേ ഇതെല്ലാം വെറും ഒരു കർമ്മമാർഗമായിട്ടോ ഒരു യാന്ത്രിക പ്രവൃത്തി എന്നതുപോലെയാണ് ചെയ്യുന്നത് എങ്കിൽ കർത്താവിന് ഇതിൽ പ്രസാദമില്ല. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, എബ്രായർ 11:6, ആമേൻ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും, എത്ര നീതി പ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, ആമേൻ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നും വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ ഫേവർ ആ വിഷയങ്ങളിന്മേൽ ഇല്ല എന്ന് ഇന്ന് രാത്രി പ്രിയമുള്ളവർ തിരിച്ചറിയട്ടെ. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉരുവാകുന്നതാണ് ദൈവപ്രസാദത്തെ ക്ഷണിച്ചു വരുത്തുന്നത്. ഇന്ന് രാത്രി വലിയ അറിവൊന്നുമില്ലെങ്കിലും, വലിയ പരിചയസമ്പന്നത അവകാശപ്പെടാനില്ലെങ്കിലും, ആമേൻ, യേശുവിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾമേൽ, ആമേൻ, ഓരോ സ്റ്റെപ്പിന്മേൽ, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടും. ദൈവത്തിന്റെ ആമേൻ സ്പർശനം അതിന്മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. പക്ഷെ വിശ്വസിച്ചിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസം ഉളവാകണം, വിശ്വാസം ഉരുവാകണം. ആ ഉരുവാകാനുള്ള വഴിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. കേൾവി നിമിത്തം വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകാം. വിശ്വാസം വർദ്ധിപ്പിക്കാത്ത, വിശ്വാസത്തെ തളർത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന കേൾവിയിൽ നിന്നും ഇന്ന് രാത്രി ദൈവജനം ഒഴിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സന്ദേശം എന്ന രൂപത്തിൽ നിങ്ങൾ കേട്ടിട്ട് ഭയം ഉരുവാക്കി, പ്രതീക്ഷ നഷ്ടപ്പെടുത്തി ഒരു വല്ലാത്ത സ്ഥിതിയിലാകുന്നെങ്കിൽ, ആമേൻ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെയുള്ള കേൾവിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ക്രിസ്തുവിന്റെ വചനം ജീവൻ പകരുന്നതും പ്രത്യാശ പകരുന്നതുമാണ്. നമ്പർ 1, വിശ്വാസം വരുന്നത് ആമേൻ കേൾവിയാലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കേൾക്കാൻ മനസ്സുണ്ടാകണം. വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സമയം കിട്ടുമ്പോൾ, ആമേൻ, അവസരം ലഭിക്കുന്നിടത്തൊക്കെയും ദൈവവചനം കേൾക്കുവാനുള്ളൊരു വ്യഗ്രത നിങ്ങളിൽ ഉണ്ടാകട്ടെ. തിരുവചന സന്ദേശങ്ങൾ പ്രസംഗങ്ങളുടെ മാത്രമല്ല, നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വചനം, ആമേൻ, നിങ്ങൾ ധ്യാനിക്കുകയും അയവിറക്കുകയും ചെയ്യുമ്പോൾ ആ വചനം നിങ്ങളോട് സംസാരിക്കും. ആ വചനം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉരുവിടുമ്പോൾ, ആമേൻ, അതും ഒരു കേൾവിയാണ്. അത് വിശ്വാസത്തെ സൃഷ്ടിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വചനത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കുമെന്ന് പറയുന്നില്ല.
ഹല്ലേലൂയ. ആരാധിക്കുന്നുണ്ട്, വിശ്വാസം വർദ്ധിക്കുമെന്ന് പറയുന്നില്ല. ആമേൻ. വിശ്വാസം വർദ്ധിക്കാൻ ദൈവത്തിന്റെ വചനം ഏറ്റവും പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. ആമേൻ. ദൈവവചനത്തിന്റെ കേൾവി. ആമേൻ. നമ്പർ 1 വിശ്വാസം കേൾവിയാൽ വരുന്നു. നമ്പർ 2 ആമേൻ, വിശ്വാസം നമ്മൾ പറയണം. കേൾക്കുക മാത്രമല്ല, കേൾക്കുന്നത് നമ്മൾ പറയാൻ തുടങ്ങണം. അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. ഒരുപക്ഷെങ്കിൽ പറയാൻ കഴിയുന്ന പരിതസ്ഥിതി ആയിരിക്കത്തില്ല, സാഹചര്യങ്ങൾ ഘടകവിരുദ്ധമായിരിക്കും. വിശ്വാസം പറയുവാൻ ആമേൻ നമ്മളെ തളർത്തിക്കളയുന്ന, അതിന് നമ്മളെ മാനസികമായി സജ്ജരാക്കാത്ത തരത്തിലുള്ള പല കാഴ്ചകളും നമ്മുടെ മുമ്പിൽ കണ്ടെന്ന് വരാം. അതെല്ലാം കാണുമ്പോഴും ആമേൻ അതിന് വിപരീതമായി ആശയ്ക്കെതിരെ ആശയോടെ എന്ന് പറഞ്ഞ പോലെ വിശ്വാസം ധൈര്യത്തോടെ പ്രസ്താവിച്ചു തുടങ്ങുമ്പോൾ ആമേൻ വിശ്വാസത്തിന്റെ ഒരളവ് നമ്മൾ അറിയാതെ നമ്മളിൽ ആമേൻ സംജാതമാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വാസം പറയണം. യേശു നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വിവരിക്കേണ്ട ആവശ്യമില്ല. ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ആമേൻ യേശു വളരെ സ്നേഹിച്ച ഭവനത്തിൽ ആ സഹോദരൻ രോഗിയായി കിടക്കുന്നുള്ള വാർത്ത യേശുവിനെ അറിയിച്ചിട്ടും യേശു അവിടെ പോയില്ല. ആമേൻ. രോഗം മൂർച്ഛിച്ചു, യേശു പോയില്ല. മരിച്ചു, പോയില്ല. ആമേൻ. ശവസംസ്കാരത്തിനെങ്കിലും എത്തുമെന്ന 2 സഹോദരിമാരും ആമേൻ വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തി. എന്നിട്ടും യേശു പോയില്ല. ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് 4 ദിവസമായപ്പോൾ യേശു അവിടെ ചെല്ലുകയാണ്. ആമേൻ. യേശു അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെങ്കിൽ ആ രോഗം മൂർച്ഛിച്ച സമയത്ത് യേശുവിനെ അവർ ആളയച്ച് വാർത്ത അറിയിച്ചതിന്റെ കാരണം യേശു വന്നാൽ ആമേൻ സഹോദരന് വേണ്ടി ഒരത്ഭുതം ചെയ്യും, സഹോദരന്റെ രോഗം മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ യേശു അവിടെ പോയില്ല. മരിച്ച 3 ദിവസത്തിനകത്തെങ്കിലും യേശു വന്നാൽ ആമേൻ. കാരണം ആ കാലഘട്ടത്തിലെ പരീശന്മാരുടെ ഇടയിൽ വ്യാപകമായി ആമേൻ അവർ വിശ്വസിച്ചിരുന്നൊരു കാരണം ഒരു അന്ധവിശ്വാസമായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 ദിവസങ്ങൾ വരെ ആ മനുഷ്യന്റെ ആത്മാവ് അവിടെവിടങ്ങളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അങ്ങനെയൊന്നുമില്ല, അവരുടെ ഒരു അന്ധവിശ്വാസമാണ്. എന്നാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പോകും. അപ്പൊ 3 ദിവസങ്ങൾക്കകത്ത് യേശു വന്നാൽ ആ പുറത്താക്കപ്പെട്ട ആത്മാവിനെ തിരികെ ഇവനിൽ പുനരധിവസിപ്പിക്കാൻ കഴിയും എന്നുള്ള ധാരണയെങ്കിലും അവിടെയുള്ള ചിലർ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഒന്നും നടക്കത്തില്ലെന്ന് എല്ലാവരും ആണയിട്ടുറപ്പിച്ച് പറയുന്ന സമയത്താണ് ആമേൻ യേശു അവിടെ സന്ദർശിക്കുന്നത്. യേശു അവിടെ ചെന്നിട്ട് വളരെ രസകരമാണ്. ആദ്യം മാർത്ത അവനെ എതിരേൽക്കാൻ വരുന്നു. ആമേൻ. മാർത്ത വന്നിട്ട് കുറെ പരിഭവങ്ങളൊക്കെ പറയുകയാ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, അത് സാരമില്ലെന്നേ, മരിച്ചല്ലോ, ഇനിയും അവന് ഉയർക്കാൻ കഴിയും. ഉടനെ മാർത്ത പറയുക, ശരിയാ കർത്താവേ, ഒടുക്കത്തെ നാളിൽ അവനൊരു പുനരുദ്ധാനം ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നടക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മാർത്ത ഓടി വന്നെങ്കിലും മറിയ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ യേശുവിന്റെ ആവശ്യപ്രകാരം അവൾ ചെന്ന് മറിയെ കൂടെ വിളിച്ചോണ്ട് വന്നപ്പോൾ മറിയയും ഇതേ സെന്റൻസ് ആവർത്തിക്കുക. സഹോദരി പറഞ്ഞ അതേ കാര്യം, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷെ യേശു ആ വാക്കിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആമേൻ. ഞാനത് വിവരിക്കുന്നില്ല. 40-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 11:40 വരുമ്പോൾ യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവർക്ക് വിശ്വാസമില്ലേ? ആ സഹോദരിമാർക്ക് 2 പേർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ സഹോദരൻ രോഗിയായി കിടന്നപ്പോൾ ആളയച്ച് വാർത്ത യേശുവിനെ അറിയിച്ചത്. ഈ സഹോദരിമാർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ യേശു വരുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ഈ യേശുവിൽ എന്തൊക്കെയോ ഒരു താല്പര്യം, വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ആമേൻ അവരുടെ റിക്വസ്റ്റ് നിരാകരിച്ചിട്ടും ആമേൻ മരിച്ചു 4 ദിവസം കഴിഞ്ഞ് വന്ന യേശുവിനോട് അവർ കയർത്ത് സംസാരിക്കാതെ ആമേൻ വളരെ ഭവ്യതയോടെ പെരുമാറുന്നത്. നമ്മളെക്കാളൊക്കെ എത്രയോ നല്ല ക്വാളിറ്റീസ് ഉള്ളവരാണ് ഈ 2 സഹോദരിമാർ. അപ്പൊ യേശുവിനോട് പറയുക, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവർക്ക് വിശ്വാസമില്ലേ? നിശ്ചയമായും അവർക്ക് വിശ്വാസമുണ്ട്. മലയാളം ബൈബിൾ
ആമേൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ളൊരു പദമേ കാണുന്നുള്ളൂ. പക്ഷെ ആംപ്ലിഫൈഡ് ബൈബിൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ആമേൻ, ബിലീവ് ആൻഡ് റിലേ ഓൺ മീ. ഒടുക്കത്തെ നാളിൽ ഉയർക്കും, പുനരുത്ഥാനത്തിന്റെ നാളിൽ ഉയർക്കും എന്നുള്ള ഒരു കേവല വിശ്വാസം അതെല്ലാവർക്കും ഉണ്ട്. അതുപോലൊരു വിശ്വാസം കൊണ്ട് നിന്റെ സഹോദരൻ ഉയർക്കത്തില്ല. യേശു പറയുക, യു ബിലീവ് ആൻഡ് റിലേ ഓൺ മീ. വിശ്വസിക്കുകയും എന്നിൽ ആശ്രയിക്കുകയും ചെയ്യുക. നമ്മളിൽ പലരും വിശ്വസിക്കുന്നവരാ. ചോദിക്കും, വിശ്വാസമില്ല. പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? വിശ്വാസം ഉള്ളതുകൊണ്ടല്ല ഞങ്ങൾ വന്നത്, വിശ്വാസം ഉള്ളതുകൊണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസം ഉള്ളതുകൊണ്ടല്ല ഈ വിഷയം പറഞ്ഞത്. പക്ഷേ ഒരു കേവല വിശ്വാസത്തിനേക്കാൾ അപ്പുറമായി ആമേ ട്രസ്റ്റ് ചെയ്യുന്ന, ആമേ പരിപൂർണമായി ആശ്രയിക്കുന്ന, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല, ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അടിയറവ് വെക്കുന്ന ആമേൻ ഒരു സമർപ്പണമുള്ള വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിനാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. യേശു പറയുക, യു ബിലീവ് ആൻഡ് റിലേ ഓൺ മീ, then you are going to see the glory of God. അങ്ങനെ ആശ്രയിക്കുന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം നിശ്ചയമായി കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ, ആമേൻ, ഒരുപക്ഷെ ഡോക്ടർമാർ കൈവിടപ്പെട്ട കേസ് നിങ്ങൾക്കുണ്ടാകാം. ആമേൻ, ലോകത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത നിയമക്കുരുക്കിനകത്ത് പെട്ടലയുന്നവരാകാം നിങ്ങൾ. ആമേൻ, നിങ്ങളുടെ വിഷയത്തിൽ ആർക്കും ആമേൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ആമേൻ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കാണും. ആമേൻ, നിങ്ങളെ സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞവരെല്ലാം ആമേൻ നിങ്ങളെ കൈവിട്ട് കാണും. പലരും നിങ്ങളുടെ വിഷയം ഗൗനിക്കാതെ ആമേൻ മാറിപ്പോകുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, കേവല വിശ്വാസം മാറ്റിയിട്ട് എന്റെ കർത്താവേ, നീ മാത്രമാണ് എന്റെ ആശ്രയം, നീ മാത്രമാണ് എന്റെ അഭയം, നിന്നിലല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് ആമേൻ ഒരു പരിപൂർണ സമർപ്പണത്തിന് വേണ്ടി ആമേൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് രാത്രി തയ്യാറായാൽ നിശ്ചയമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നൊരു ദൂതുണ്ട്. യു ആർ ഗോയിങ് ടു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. ഡോക്ടർമാർ കൈവിടപ്പെട്ട വിഷയം, വക്കീൽമാർ എഴുതിത്തള്ളിയ വിഷയം, ആർക്കും സഹായിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ച വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണാൻ ആമേൻ നിങ്ങൾ തയ്യാറാണോ? ആമേൻ, ട്രസ്റ്റ്. കേവല വിശ്വാസം മാറ്റിയിട്ട് ആമേൻ ഒരു പരിപൂർണ ആശ്രയം. ആമേൻ, അവിടെ കൂടി വന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ആമേൻ, മരിച്ചു, നാറ്റം വെച്ചു തുടങ്ങി. സഹോദരി പറയുക, നാറ്റം വെച്ചു തുടങ്ങിയല്ലോ കർത്താവേ, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. നാറ്റം വെച്ചതോ 4 ദിവസമായതോ ഒന്നും കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം ആമേൻ വളരെ പരിതാപകരമായിരിക്കും. ഒരുപക്ഷെ നാറ്റം വെച്ച് തുടങ്ങിക്കാണും. ആർക്കും അടുക്കാൻ കഴിയാത്ത ദുർഗന്ധം ചില വിഷയത്തിൽ വമിക്കുന്നുണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആമേൻ അവനൊരു ഫ്രഷ് ശരീരം ആ ലാസറിന് കൊടുത്തതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളെ പുതുതാക്കി മാറ്റാൻ യേശുവിന്റെ കരം ഇറങ്ങുകയാണ്. ആമേൻ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആമേൻ, വിശ്വാസം കേൾവിയാൽ വരുന്നു. 2 വിശ്വാസം പറയണം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ആമേൻ വിശ്വാസത്തിന്റെ വാക്കൽ ധൈര്യത്തോടെ വിളിച്ചു പറ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ആമേൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പോകുകയാണ്. ആമേൻ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. എന്റെ ബിസിനസ് ആമേൻ വർദ്ധിക്കാൻ പോകുകയാണ്. എന്റെ വരുമാന മാർഗങ്ങൾക്കകത്ത് ആമേൻ ഒരു വലിയ അഭൂതപൂർവമായ ആമേൻ വർധനവ് ഞാൻ കാണാൻ പോകുകയാണ്. ജോലിയിൽ ഒരു ഉയർച്ച സംഭവിക്കാൻ പോകുകയാണ്. സാമ്പത്തിക സ്ഥിതികൾക്ക് മാറ്റം വരികയാണ്. പരിതാപകരമായ എല്ലാ സ്ഥിതികളെയും ഇന്ന് രാത്രി യേശു മാറ്റുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങ്. നിങ്ങളുടെ വാക്കുകൾക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്താണോ പറയുന്നത് ആമേൻ, കേൾവി കൊണ്ട് അത്ഭുതം സംഭവിക്കത്തില്ല. കേട്ടത് ഒരറിവായി മാത്രം ഇരുന്നാൽ അത്ഭുതം സംഭവിക്കത്തില്ല. വിശ്വാസം കേൾവിയാലാ വരുന്നത്. പക്ഷെ കേട്ടത് പറയാൻ തുടങ്ങണം. കേട്ടത് ഇന്ന് രാത്രി നിങ്ങളെ വാ കൊണ്ട് ഉരുവിട്.
ഹല്ലേലൂയ. നോക്കുമ്പോൾ പ്രതിസന്ധിയാണ്, നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്, നോക്കുമ്പോൾ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. ആമേൻ. നോക്കിയാൽ ആമേൻ നാറ്റം വരുന്നുണ്ട്, പ്രതീക്ഷയൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ല. ആമേൻ. ആരും നിനക്ക് അനുകൂലമല്ല, സകലവും പ്രതികൂലമാണ്. പക്ഷെ ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി വിശ്വാസം പറ, ഞാനൊരു മഹത്വം കാണാൻ പോകുന്നു. ഒരു മഹത്വത്തിന്റെ കാഴ്ച വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. എന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന, എന്റെ ശുശ്രൂഷയെ മാറ്റിമറിക്കുന്ന, എന്റെ ബിസിനസ്സിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഞാൻ കാണാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറ. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ അത്ഭുതങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ രാത്രി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ തകർന്നടിഞ്ഞെടുത്ത് ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ചില ചില ആരംഭങ്ങളെ ആമീൻ ചില പുനഃസൃഷ്ടിപ്പ് നടത്തുകയാണ്. ലവ് യു ജീസസ്. ഹല്ലേലൂയ. അടക്കിയത് പഴകിയ ആമേൻ നാറ്റ വെച്ചൊരു ശരീരമാണ്, പക്ഷെ പുറത്ത് വന്നത് ഒരു ഫ്രഷ് ബോഡിയാണ്, ഒരു ഫ്രഷ് ശരീരമാണ്. അങ്ങനെയെങ്കിൽ പഴകിയത് വിഷയമല്ല, മാറ്റം വെച്ചത് വിഷയമല്ല. ആമേൻ ചില പുതുമയാർന്ന അനുഭവങ്ങൾ ആമേൻ നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൽ കൊണ്ടുവരുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ആമേൻ ബിലീവ് ആൻഡ് റിലേ. ഹല്ലേലൂയ. ഒന്ന്, വിശ്വാസം കേൾവിയാൽ വരുന്നു. 2, വിശ്വാസം പറയണം. നിങ്ങളുടെ സംസാരത്തിലൂടെ വിശ്വാസം സൃഷ്ടിക്കപ്പെടും. 3, വിശ്വാസം പ്രാവർത്തികമാക്കണം. വിശ്വാസം പ്രവർത്തിക്കണം. ആമേൻ. കേൾക്കാൻ ഈസിയാ, പറയാനും ഒരുപക്ഷെ ഈസിയാ, മുടക്കൊന്നുമില്ല, പറഞ്ഞാൽ മതി. പക്ഷെ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു ആക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ ധൈര്യത്തോടൊരു ചൂട് വെച്ചാലേ ഒക്കത്തുള്ളൂ. കേട്ടതൊരറിവായി ഇരുന്നാൽ ആ വിശ്വാസം കൊണ്ട് ഫലമില്ല. വിശ്വാസം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു പരിധിവരെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. എന്നാൽ പറയുമ്പോൾ ദൈവം ചിലത് ചെയ്യാൻ ആവശ്യപ്പെടും. ആമേൻ. നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. യേശു പറഞ്ഞു കല്ലുരുട്ടി മാറ്റുക. ഒരു പ്രവൃത്തി അവിടെ ആവശ്യമാണ്. ഇന്ന് രാത്രി പ്രാഗി അടച്ചതോ ശാപവാക്കുകൾ ഉരുവിട്ട് നീ അടച്ചതോ അപ്പനോ അമ്മയോ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ദേശക്കാരോ ചർച്ചക്കാരോ പരിചയക്കാരോ അധികാരികളോ ആരടച്ചതാകട്ടെ, ഇന്ന് രാത്രി യേശു പറയുകയാ ആ കല്ല് നീ ഒന്ന് ഉരുട്ടി മാറ്റ. അവിശ്വാസം പറഞ്ഞ് അടച്ച കല്ല്, ഓ ജീസസ്, ഭയം കൊണ്ട് അടച്ച കല്ല്, ആരെങ്കിലും ഉരുട്ടി വെച്ച കല്ലാകട്ടെ, ഇന്ന് രാത്രി യേശു പറയുക ധൈര്യത്തോടെ നീ അതിനെ ഉരുട്ടി മാറ്റ്. ആമേൻ. ഒരു പ്രവൃത്തി ആവശ്യമാണ്. ആ പ്രവൃത്തിയാണ് വിശ്വാസത്തെ സൃഷ്ടിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസം പറയാനൊക്കെ മിടുക്കരാ, ടീച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി ആശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മളൊരു കസേരയിൽ ഇരിക്കുന്നു. ആ കസേരയിൽ ഇരിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ആ കസേരയെ മുഴുവനൊന്ന് അടിമുടി പരിശോധിക്കാറുണ്ടോ? ഇത് നിൽക്കമലിന്റെ ചെയറാണോ, ചെയർമാന്റെ ചെയറാണോ, ഇതിന്റെ കാലുകൾക്ക് ഒടിവല്ലോ സംഭവിച്ചിട്ടുണ്ടോ, എൻ്റെ 70-80 കിലോ വെയിറ്റ് ആമേൻ താങ്ങാനുള്ള ശേഷി ഈ ചെയറിനുണ്ടോ, ആമേൻ ഇതിൻ്റെ കമ്പനി തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇത് നല്ല പ്ലാസ്റ്റിക് ആണോ അതോ ഫൈബർ ആണോ, ഇങ്ങനെയൊക്കെ ഒരു വിശകലനം നടത്തിയിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കാനേ സമയമുള്ളൂ, ഒരിക്കലും ഇരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മളിതൊന്നും അന്വേഷിക്കാതെ ഒരു കസേര കണ്ടാൽ അവിടെ ഇരിക്കും. നമുക്കൊരു വിശ്വാസമാണ്, ആമേൻ എൻ്റെ വെയിറ്റ് ഈ കസേര താങ്ങും, എൻ്റെ നടുവ് ഒടിക്കത്തില്ല, ഇതിൻ്റെ കാലുകൾ ഒടിഞ്ഞ് എന്നെ വീഴ്ത്തത്തില്ല, ഞാൻ കിടപ്പിലാകാൻ ഇതിനിടയാകത്തില്ല എന്നൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ടങ്ങ് ഇതൊന്നും അന്വേഷിക്കാതെ വിശ്വസിച്ചുകൊണ്ടങ്ങ് ഇരിക്കുക. നിസാര കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര ആശ്രയമുള്ളവരാ, നമ്മൾ പ്രവർത്തിക്കാൻ മിടുക്കരാ. പക്ഷേ ദൈവവിഷയം സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ഉത്സാഹമുള്ളവരാണ്? കേവലം ഒരു കസേരയിൽ നമ്മൾ കൊടുക്കുന്ന അത്ര ആശ്രയം പോലും
ദൈവവശിത്വം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അല്ലേ? നമ്മളൊരു വാഹനത്തിൽ കയറുന്നു, ഒരു ഓട്ടോയിൽ കയറുന്നു, ഒരു കാറിൽ കയറുന്നു, അതിന്റെ ടയറിന്റെ കണ്ടീഷൻ പരിശോധിച്ചിട്ടല്ല. ഒരു ടാക്സി വിളിക്കുമ്പോൾ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയാമോ എന്ന് അന്വേഷിച്ചിട്ടല്ല, ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, വണ്ടിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടല്ല നമ്മൾ അതിൽ കയറുന്നത്. നമ്മൾ ജസ്റ്റ് അങ്ങ് കയറുകയാ. നമുക്കൊരു വിശ്വാസമാണ്. ഇത് കുഴപ്പം വരാതെ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഈ വാഹനത്തിനും ഈ ഡ്രൈവർക്കും കെൽപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, സകല ചരാചരങ്ങളെയും സകല ഭൂമണ്ഡലത്തെയും കേവലം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച സർവശക്തന്റെ വാക്കിൽ നമുക്ക് എത്രത്തോളം ആശ്രയിക്കാൻ കഴിയുന്നു? ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്റെ സ്ഥിതി മാറ്റും, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്നൊക്കെ ദൈവത്തിന്റെ വചനം ആവർത്തിച്ചു പറയുമ്പോൾ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ആ വാക്കിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കർത്താവിൽ നമുക്കൊന്ന് റിലേ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ അകലം വിട്ട് മാറി നിൽക്കുകയാണ്. നടന്നില്ലെങ്കിലോ, സംഭവിച്ചില്ലെങ്കിലോ, നടന്നാ കൊള്ളാം, ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ആശ്രയം, മേജർ വിഷയത്തിൽ ഒന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നോക്കിക്കേ. ദൈവത്തെ അങ്ങനെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ലൈഫ് അത്ഭുതത്തിന്റെ പരമ്പരയായിരിക്കും. സകല മേഖലകളിലും ക്രിയേറ്റീവ് മിറക്കിൾസ് നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ സാധാരണക്കാരല്ല. വിശ്വാസം സൃഷ്ടിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസം കേൾവിയാൽ വരും. വിശ്വാസം നമ്മുടെ സംസാരത്തിലൂടെ ഉരുവാകും. 3 വിശ്വാസം പ്രവൃത്തിയിലൂടെ ഉരുവാകും. ബോട്ടിനകത്തിരുന്ന് കടലടങ്ങുക എന്ന് പറയാൻ ഈസിയാ. പക്ഷേ 11 പേരും ഭയന്നിരിക്കുമ്പോൾ ഒരുവൻ ധൈര്യത്തോടെ കാലെടുത്ത വെള്ളത്തിൽ ചവിട്ടാൻ തയ്യാറായി. അലറിയെടുക്കുന്ന തിരമാലകൾ എന്നെ വലിച്ചുകൊണ്ട് പോകുമോ? എന്നെ മുക്കിക്കൊല്ലുമോ? എന്റെ ജീവിതം ഇതുകൊണ്ട് തീരുമോ? ഇതൊന്നും അന്വേഷിച്ചില്ല. കമോൺ, യേശുവിന്റെ വാക്കാ, നീ നടക്ക. ആ വാക്കിൽ അവൻ ട്രസ്റ്റ് ചെയ്തപ്പോൾ ബോട്ടിനകത്തുനിന്ന് കാലെടുത്ത് വെള്ളത്തിൽ ചവിട്ടാൻ തയ്യാറായി. അല്പമിനിറ്റുകൾക്ക് മുമ്പ് വരെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ച് തല ഉയർത്തി നിന്ന തിരമാലകൾ അവന്റെ കാൽ കീഴെ കരിങ്കൽ ഭിത്തികൾ പോലെയായി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വിശ്വാസം ആക്ഷനിലേക്ക്, പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ പല വെല്ലുവിളികൾ കാണാം, പല തിരമാലകൾ കാണാം. വലിയ ഓളങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ ചുറ്റി അടിച്ചെന്നിരിക്കാം. പക്ഷെ ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ പ്രതിസന്ധികളെ കാൽക്കിലെ മെതിച്ചു കളയുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വിഷയം എന്താ? നമ്മൾ എവിടെയാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത്? എവിടെയാണ് തകർന്നടിഞ്ഞ് കിടക്കുന്നത്? ഹല്ലേലൂയ. ജീവിതത്തെക്കുറിച്ച് നിരാശയാണോ? മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണോ? ഭയമാണോ നിങ്ങളെ വേട്ടയാടുന്നത്? ഒന്നിനും ഉത്സാഹമില്ലാതെ, ഒരിടത്തും ധൈര്യത്തോടെ ചൂടുവയ്ക്കാൻ കഴിയാതെ ഏതോ അദൃശ്യ ശക്തികൾ നിങ്ങളെ പിൻപോട്ട് വലിക്കുകയാണോ? ഇതിനകത്തൊരു പരിശുദ്ധാത്മ പറയുന്നു, കേട്ട വിശ്വാസം, പറഞ്ഞ ഉരുവാക്കിയ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുക. ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്ക്. നീ പരാജയപ്പെടത്തില്ല, നീ മുങ്ങിത്താഴത്തില്ല, നിന്റെ തല കുനിയാൻ അവൻ സമ്മതിക്കത്തില്ല. നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ കല്ല് ധൈര്യത്തോടെ ഉരുട്ടി മാറ്റിയപ്പോൾ ആ ലാസർ പുറത്തു വന്നെങ്കിൽ, സഹോദരിമാർക്ക് തങ്ങളുടെ സഹോദരനെ തിരികെ കിട്ടിയെങ്കിൽ, ഇന്ന് രാത്രി നീയും ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കാൻ, ചില കല്ലുരുട്ടി മാറ്റാൻ തയ്യാറായാൽ നഷ്ടപ്പെട്ട ചിലത് തിരികെ വരികയാണ്. ആശിച്ചിട്ട് നടക്കാതെ പോയ ചില സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രയത്നിച്ചിട്ടും ലഭിക്കാതെ പോയത് കർത്താവ് വേഗത്തിൽ സാധ്യമാക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന്റെ ആക്ഷനാണ് പ്രധാനം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ കേൾക്കപ്പെട്ട ദൈവവചന ദൂതകൾക്ക് മുമ്പാകെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം.
ഒരു കേവല വിശ്വാസമല്ല, ഒരു ദൈവാശ്രയം, ആഴമായൊരു ദൈവാശ്രയം ഇന്ന് രാത്രി ഉരുവാകാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്നുനാമത്തെ ഉയർത്തുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം ശ്രവിച്ച എല്ലാ പ്രിയമുള്ളവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. വിശ്വാസം ഉണ്ടാകണമെന്നൊക്കെ പലരും പറയുമെങ്കിലും, ആഗ്രഹമുണ്ടെങ്കിലും വേണ്ടുന്ന അളവിൽ വിശ്വസിക്കാൻ കഴിയാതെ എവിടേക്കോ അവിശ്വാസവും ഭയവും ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഉരുവാക്കുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള കേൾവി ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ വചനം ആഴമായി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. വിശ്വാസം പറയുന്നവരായി ജനം മാറട്ടെ. കേൾക്കുകയും പറയുകയും ചെയ്യുക മാത്രമല്ല, കേട്ടതും പറഞ്ഞതും പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുന്ന പ്രവർത്തിക്കുന്ന വിശ്വാസമുള്ളവരായി, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരായി അവർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് അസാധ്യമെന്ന് ചിന്തിച്ചത്, അസാധ്യമെന്ന് ലോകം വിധി എഴുതിയത് നേടിയെടുക്കുന്ന, ആർജിച്ചെടുക്കുന്ന കരുത്തുറ്റവരായി മാറാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, തകർച്ചകൾ മാറട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. ദൈവിക ജീവന്റെ ബലം സകലരുടെ മേലും വെളിപ്പെടട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.